നമസ്കാരം. നമ്മൾ രാമായണത്തിൽ തീർച്ചയായും വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വാൽമീകിയുടെ ആത്മകഥ. ഒരു കാട്ടാളൻ എങ്ങനെയാണൊരു ബ്രഹ്മജ്ഞാനിയായി മാറിയത് എന്നാണ് അതിൽ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാനുള്ള മാർഗമാണിതിൽ പറയുന്നത്. വളരെ ലളിതമാണ്. നമ്മുടെ മനസ്സ് രാഗദ്വേഷ സങ്കുലമാണ്. അതുപോലെ തന്നെ ഭേദഭാവം, ഞാൻ, നീ, അത്, ഇത്, അവൻ, അവൾ, അങ്ങനെയുള്ള ഭേദഭാവം ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യമേ അറിയേണ്ടതുള്ളൂ. ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ മൊത്തം സ്ഥിരമായി നിത്യമായ ബ്രഹ്മം അല്ലെങ്കിൽ ബോധം, കോൺഷ്യസ്നസ്, എക്സിസ്റ്റൻസ്, ഉണ്മ, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്ന മുഴുവൻ നാമരൂപങ്ങളും, ഉണ്ടായി മറയുന്ന മുഴുവൻ നാമരൂപങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് അതും ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത്. അതിന് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മബോധം, സോൾ, ബീയിങ്, ഉണ്മ എന്ന് പറയുന്നു. അപ്പോൾ അതിലെത്താനുള്ള വഴിയാണിതിൽ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും തോറും നമ്മുടെ ആ ഉണ്മയിലേക്ക്, നമ്മുടെ ആത്മബോധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അതാണ് ഈ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഇത് മനസ്സിലാവും. നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ വരുത്താം, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. അതാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾക്കേ സാധിക്കുള്ളൂ. മനസ്സുകൊണ്ട് തന്നെയാണ് മനസ്സിനെ ശാന്തമാക്കേണ്ടത്. അതിൽ ഒരു വഴിയാണ് ഇവിടെ പറയുന്നത്. നിത്യം മരാമരേ ദേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ചിത്തം ഏകാഗ്രമാക്കുന്നതിന് ഈ മരാമര എന്നോ രാമരാമ എന്തെങ്കിലും ആയിക്കോട്ടെ, നമശിവായോ എന്നോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ളൊരു വാക്യം ഒരു സന്ധ്യക്കോ അല്ലെങ്കിൽ രാവിലെയോ ഒരു മണിക്കൂർ ഒരു 3 ആഴ്ച ഒന്ന് ഉരുവിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു മാറ്റമാണ് നമ്മൾക്ക് ഉണ്ടാവുകയെന്ന്. അപ്പോൾ സ്ഥിരമായി വർഷങ്ങളോളം ചെയ്യുകയാണെങ്കിൽ അത്രയും നമ്മുടെ മനസ്സ് പ്യുവറായി വരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മളിതൊന്നും ചെയ്യില്ല. നമുക്കതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനം ശാസ്ത്രത്തിന് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവാക്യങ്ങളിലും ഗുരുവിലും ഉള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. മനസ്സ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കട്ടെ.